ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ താൻ ഞെട്ടും. ഇല്ലെന്ന് പറഞ്ഞോളൂ. അവൾ കരുതി വേറെന്തോ കാര്യമാണെന്ന്. ഈ വണ്ടിയുടെ ബ്രേക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ഞെട്ടലോടെ അവളിൽ നിന്നും ആ ശബ്ദം ഉയർന്നു വന്നു. അയ്യോ അച്ഛാ, അമ്മേ, എനിക്ക് വീട്ടിൽ പോകണം. എനിക്കെൻ്റെ അച്ഛനെയും അമ്മയും അനിയത്തിയും കാണണം. എനിക്ക് വീട്ടിൽ പോകണം. പോവാം പോവാം, ഇപ്പം പോവാം. വീട്ടിലേക്കല്ല, പരലോകത്തേക്ക്. ഇയാളെന്നെ പേടിപ്പിക്കുകയാണോ? പിന്നെ ഞാനെന്ത് വേണം? എനിക്ക് മരിക്കാൻ പേടിയാ, അതുകൊണ്ടാ. എനിക്ക് മരിക്കണ്ട, എനിക്ക് പേടിയാ. അവൾ കരയാൻ തുടങ്ങി. താനിങ്ങനെ കരയല്ലേ, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. എന്ത് വഴി? ഇനി ഒരു വഴിയില്ല. ആകെയുള്ള ഒരു ആശ്വാസം എൻ്റെ കൂടെ ഇയാൾ മരിക്കുമല്ലോ എന്നാണ്. ഇനിയിപ്പോൾ കാലനും എന്നെ തേക്കോ? എന്നെ മാത്രം കൊണ്ടുപോയി തന്നെ സേഫാക്കുമോ? അത് പറ്റില്ല. ഇയാൾ എൻ്റെ കൂടെ വരണം. ഞാൻ വിടില്ല ഇയാളെ. എനിക്കൊറ്റക്ക് മരിക്കാൻ പേടിയാ. അത് കണ്ടപ്പോൾ അവന് ചിരിയും സങ്കടവും ഒരുമിച്ച് വന്നു. വണ്ടി ഇരുവരുമായി എങ്ങോട്ടെന്നില്ലാതെ ചീരിപ്പായുകയാണ്. ശ്രീ, ഞാനൊരു കാര്യം പറയട്ടെ? അവൾ മൂളി. ഞാൻ വണ്ടി എവിടെയെങ്കിലും ഇടിച്ച് നിർത്താൻ പോവുകയാണ്. അതിന് ഒരേ ഒരു നിമിഷം മുൻപ് നമ്മൾ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് എടുത്തു ചാടണം. റെഡിയാണോ? അയ്യോ, എനിക്ക് പേടിയാ. ഇങ്ങനെ എല്ലാത്തിനും പേടിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടുത്തു ചാടിയാൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ വണ്ടി വല്ല കൊക്കയിലും ചെന്ന് വീഴും. ഏത് വേണമെന്ന് താൻ തീരുമാനിക്കേ. നമുക്ക് ചാടാം. ഒടുവിൽ അവൾ സമ്മതിച്ചു. അങ്ങനെ അഗ്നി വണ്ടി ഒരു വലിയ മരത്തിലേക്ക് ചെന്ന് ഇടിച്ചു. അതേ നിമിഷം അവർ വണ്ടിയിൽ നിന്ന് എടുത്തു ചാടിയതും രണ്ടുപേരും എങ്ങോട്ടൊന്നില്ലാതെ ഉരുണ്ടുരുണ്ടു പോകുന്നുണ്ട്. അവസാനം ഇരുവരും ചെന്ന് വീണത് ഒരു കാട്ടരുവിയുടെ അരികിലേക്കും. ഒടുവിൽ എങ്ങനെയൊക്കെ ഇരുവരും തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റ് ബാഗിൽ നിന്നും ശ്രീയുടെ ഫോൺ എടുത്ത് മുന്നിൽ കണ്ട അരുവിയിൽ നിന്നും രണ്ടുപേരും മുഖം കഴുകി തളർച്ചയോടെ അവിടെയുള്ള പാറപ്പുറത്ത് കയറിയിരുന്നു. അഗ്നിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവളുടെ ഫോണിൽ നോക്കിയപ്പോൾ സമയം 1 മണിയായിരിക്കുന്നു. ശ്രീ ചുറ്റും കണ്ണോടിച്ചു. ഇരുട്ടിലൊന്നും വ്യക്തമാവുന്നില്ല. നിലാവിൻ്റെ വെളിച്ചമുണ്ടെങ്കിലും ഒന്നും വ്യക്തമാവുന്നില്ല. അവൾ അഗ്നിയോട് ചേർന്നിരുന്നു. അവളുടെ പേടി മനസ്സിലാക്കിയ അഗ്നി അവളെ തടഞ്ഞില്ല. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കുഞ്ഞു തവള വന്ന് അവരുടെ അരികിലേക്ക് എടുത്തു ചാടിയതും അവൾ പേടിയോടെ അവനെ ഇറുകെ പുണർന്നു. അവൻ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കി. അതൊരു തവളക്കുഞ്ഞാണെന്ന് മനസ്സിലാക്കി. അവൾ ഇപ്പോഴും അവൻ്റെ നെഞ്ചിലാണുള്ളത്. അവൻ്റെ നെഞ്ചിൻ്റെ ചൂടേറ്റതും അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നി. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതും അഗ്നി അവളിൽ നിന്നും അകന്നു മാറി. ഒരു തവളക്കുഞ്ഞിനെ കണ്ടാൽ പോലും പേടിച്ചോണം. നേരത്തെ ഒരുത്തൻ്റെ തലയടിച്ച് പൊട്ടിച്ചാണ് വന്നതെന്ന് പറഞ്ഞതൊക്കെയും വെറും തള്ളാണല്ലേ. എനിക്കങ്ങനെ തള്ളി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഇയാൾക്ക് അവന്മാരുടെ തല്ലിപ്പൊളി ബൈക്ക് എടുത്ത് അവിടെ നിന്ന് വരേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? എന്നിട്ടോ എത്തിപ്പെട്ടത് ഈ മലയോരത്തും. ഇയാൾ ആദ്യം ഷാരൂഖ് ഖാനായി, ഇനി ഹൃതിക് റോഷനായി കഹോന പ്യാർ ഹേ പാടി ഈ കാട്ടിലൂടെ അലഞ്ഞു നടക്കാം. അവൾ അവനെ നോക്കി പുച്ഛം വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. കഹോന പ്യാർ ഹേ, അതും തൻ്റെ ഈ മോന്ത കണ്ട് ഞാൻ പാടി നടക്കും. നടന്നു തന്നെ. താനിപ്പോൾ തുംസെ പ്യാർ ഹേ എന്ന് ബാക്കി പാടി നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. സോറി മോളെ, തന്നെ കണ്ട ആരെങ്കിലും പ്രേമിക്കുമോ? കണ്ടാലും മതി. അവൻ അവളെ ദേഷ്യം കയറ്റാൻ എന്നവണ്ണം പറഞ്ഞു. എനിക്കെന്താണ് ഒരു കുറവ്? കുറവോ? എല്ലാം കൂടുതലേ ഉള്ളൂ. അതെ, ഇങ്ങനെ ഇരുന്നാലേ ഒന്നും നടക്കില്ല. എങ്ങനെയെങ്കിലും എനിക്ക് നാളെ രാവിലെ ട്രിവാൻഡ്രം എത്തിയേ പറ്റൂ. എവിടെന്നെങ്കിലും ഒരു വണ്ടി കിട്ടുമോ എന്ന് നോക്കാം എന്നും പറഞ്ഞു ഇരുവരും ആ കാട്ടിലൂടെ എങ്ങോട്ടൊന്നില്ലാതെ നടന്നു. അങ്ങനെ നടന്നു ഇരുവരും ക്ഷീണിച്ചു. അതിനിടയിൽ കാര്യമായ ടോം ആൻഡ് ജെറി ഫൈറ്റും നടക്കുന്നുണ്ട്. ഇനിയും നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇരുവരും ഒരു മരത്തിനടിയിൽ വിശ്രമിക്കാനായിരുന്നു. ഒടുവിൽ ഇരുവരും അവിടെ കിടന്നു മയങ്ങിപ്പോയി. കാലിൽ അസഹനീയമായ വേദന തോന്നിയിട്ടാണ് അവൾ കണ്ണ് തുറക്കുന്നത്. കാലിലൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നി അവൾ തൊട്ടു നോക്കിയപ്പോഴാണ് എന്തോ വലിയ സാധനം കയ്യിൽ തടയുന്നത്. ഒരു നിലവിളിയോടെ അഗ്നി ഇറുകെ പുണർന്നതും അവൻ എഴുന്നേറ്റ് കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് അവളുടെ അരികിലൂടെ ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൻ കാണുന്നത്. അവളുടെ കാലിലേക്ക് നോക്കിയതും കാലിൻ്റെ ഭാഗത്ത് പാമ്പ് കടിച്ച പാട് കണ്ടതും അവൻ്റെ മുഖത്ത് ഭയം നിഴലിച്ചു. അഗ്നി അവൻ്റെ ഷർട്ട് ഊരി മാറ്റി അതിനകത്തിട്ടിരുന്ന ബനിയൻ കീറി അവളുടെ കാലിലെ മുറിവിന് കുറച്ചു മുകളിലായി മുറുക്കി കെട്ടി. എന്താ എൻ്റെ കാലിന് പറ്റിയത്? എനിക്ക് നല്ല വേദനയാ. അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, എന്തോ ഒരു പ്രാണി കടിച്ചതാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് നല്ല വേദനയാ. എൻ്റെ ശരീരമൊക്കെ തളർന്നു പോകുന്നു. എൻ്റെ കണ്ണൊക്കെ അടഞ്ഞു പോകും പോലെ തോന്നുക. ശരിക്കും എന്നെ എന്താ കടിച്ചത്? അവൾ അവൻ്റെ കൈകളിൽ കുഴഞ്ഞു വീണു. ഒന്നുമില്ല ശ്രീ, താൻ ഇങ്ങോട്ട് നോക്കിക്കേ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യണം എന്നൊരറിവില്ലായിരുന്നു. ഞാനിപ്പോൾ മരിച്ചു പോകുമെന്ന് തോന്നുക. അത്രയ്ക്കും വേദനയാ. എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് എന്നെ ഒറ്റക്ക് പറഞ്ഞേക്കുവാണോ? അവളുടെ കണ്ണ് നിറഞ്ഞു തോവി. ഇങ്ങനെ കരയല്ലേ,
ഇല്ല തനിക്കൊന്നും പറ്റില്ല, ഞാനില്ലേ കൂടെ, പേടിക്കേണ്ട, തനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ കൈകളിൽ കോരിയെടുത്തു. എങ്ങോട്ടെന്നില്ലാതെ അവൻ ആ ഇരുട്ടിലൂടെ അലഞ്ഞു നടന്നു. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞുപോയിരുന്നു. പെട്ടെന്നാണ് രണ്ടുപേര് അഗ്നിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അവരുടെ കയ്യിലെ റാന്തൽ വിളക്ക് അഗ്നിക്ക് നേരെ നീട്ടിയതും അഗ്നി ചോദിച്ചു, ആരാ? ഇത് ഞങ്ങളുടെ സാമ്രാജ്യമാണ്, ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ആരാ എന്ന് ചോദിക്കാൻ നീ ആരാ? അവർ അഗ്നിക്ക് നേരെ തിരിഞ്ഞു. ഞാൻ അഗ്നിദേവ്, ഞങ്ങളുടെ വണ്ടി ആക്സിഡൻറ്റിൽപ്പെട്ട് ഞങ്ങളിവിടെ എങ്ങനെയോ എത്തിപ്പെട്ടതാ. കൂടെയുള്ളത് ആരാ? ഇതെൻ്റെ ഭാര്യയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ? അഗ്നി അവരോട് ദയനീയമായി ചോദിച്ചു. ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ ഭാവിക്കുകയാണോ? നിങ്ങളെപ്പോലെ ഞങ്ങളും മനുഷ്യരാണ്, പക്ഷേ നിങ്ങളിൽ പലർക്കും ഞങ്ങളോട് പുച്ഛമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും അടിച്ചമർത്തപ്പെടുന്നത്. അഗ്നിക്ക് അത് ഗോത്രവർഗക്കാരാണെന്ന് മനസ്സിലായി. അവൻ നടന്നതൊക്കെ അവരോട് പറഞ്ഞു. അവൾ തൻ്റെ ഭാര്യ ആണെന്നാണ് അവരോട് അവൻ പറഞ്ഞത്. പക്ഷേ തൻ്റെ ആരുമല്ലെന്ന് പറഞ്ഞാൽ അവർ സഹായം നിഷേധിച്ചാലോ എന്ന് കരുതിയാണ് അവൻ നുണ പറഞ്ഞത്. അവൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ അവർക്ക് അവരോട് സഹതാപം തോന്നി. അവർ അഗ്നിയും കൊണ്ട് അവരുടെ മൂപ്പൻ്റെ അടുക്കലെത്തി. കാര്യങ്ങളൊക്കെയും കേട്ടതും മൂപ്പൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ വിഷവൈദ്യനെ വിളിച്ചു വരുത്തി അവൾക്ക് വേണ്ട ചികിത്സ നൽകാൻ നിർദ്ദേശിച്ചു. 2-3 സ്ത്രീകളുടെ സഹായത്തോടെ അവളെ ഒരു കുടിലിനുള്ളിൽ കിടത്തി അവൾക്ക് വേണ്ട പച്ചമരുന്ന് ചികിത്സ ആരംഭിച്ചു. മണിക്കൂറുകൾ നീണ്ട ചികിത്സക്കൊടുവിൽ വൈദ്യൻ പുറത്തിറങ്ങി. അത്രയും നേരം മുഴുവൻ അഗ്നി അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗത്തിന് മുന്നിൽ നിന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പേടിക്കേണ്ട, ഭാര്യയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. മഹാദേവൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല. ഒരു സ്ത്രീ ശബ്ദം കേട്ടതും അഗ്നി തിരിഞ്ഞു നോക്കി. ശ്രീ, അവൾ എന്താ കുട്ടിയുടെ പേര്? ശ്രീലക്ഷ്മി. ഇപ്പോൾ മയക്കത്തിലാണ്. മൂപ്പൻ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞു അവർ പോയതും അഗ്നി മൂപ്പൻ്റെ അരികിലേക്ക് നടന്നു. കാണണമെന്ന് പറഞ്ഞു. അഗ്നി അതും പറഞ്ഞ് വൃദ്ധനായ മനുഷ്യന് മുന്നിൽ വിനയത്തോടെ നിന്നു. അയാളത് അമർത്തി മൂളി. ആ കുട്ടി ശരിക്കും തൻ്റെ ഭാര്യ തന്നെയാണോ? അതേ മൂപ്പ. എന്നിട്ട് കുട്ടിയുടെ താലി എവിടെ? അത് പിന്നെ താലി കെട്ടി കഴിഞ്ഞില്ല, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാ. അഗ്നി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അപ്പോൾ വീട്ടുകാർ അറിഞ്ഞില്ല എന്നാണോ? ഞങ്ങളുടെ കുടുംബക്കാർ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. സ്നേഹിക്കുന്നത് തെറ്റാണോ മൂപ്പ? വൈകാതെ ഞങ്ങൾ താലി കെട്ടിക്കോളാം മൂപ്പ. എങ്കിൽ താലി കെട്ടി ഇവിടെ നിന്ന് തന്നെ നടത്താം. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ അതിഥികളാണ്. നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി. നാളെ നേരം വെളുത്താൽ ആ കുട്ടിക്ക് ബോധം വരും. അത് കഴിഞ്ഞ് ഇവിടുത്തെ ആചാരപ്രകാരം താലികെട്ട് നടത്തും. അത് കഴിഞ്ഞുള്ള 2 ദിവസത്തെ ചടങ്ങുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മടങ്ങാം. അതുവരെ നിങ്ങൾ ഇവിടെ ഉണ്ടായേ പറ്റൂ. ഇപ്പം തനിക്ക് അനുവദിച്ച മുറിയിലേക്ക് ചെന്നോളൂ. ഇതൊക്കെ കേട്ട് അഗ്നി ആകെ ഞെട്ടിത്തെറിച്ച് നിൽപ്പാണ്. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഭാര്യയാണെന്ന് പറഞ്ഞതാണ്. ഇതിപ്പോൾ കൂടുതൽ പൊല്ലാപ്പായെന്നാണ് തോന്നുന്നത്. അഗ്നി മനസ്സിൽ വിചാരിച്ചു. ശ്രീ, അവളെ എനിക്ക് കാണണമായിരുന്നു. പേടിക്കണ്ട, ആ കുട്ടിക്ക് ഒരു കുഴപ്പവും വരില്ല. നാളെ രാവിലെ കാണാം. ഇപ്പോൾ സ്വസ്ഥമായി പോയി കിടന്നുറങ്ങിക്കോളൂ. അത് കേട്ടതും അഗ്നി കൂടുതലൊന്നും പറയാതെ ഒരു കുടിലിനുള്ളിലേക്ക് പ്രവേശിച്ചു. പക്ഷെ അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ എന്നവന് തോന്നി. ഇല്ലെങ്കിൽ ഇവന്മാർ പിടിച്ചു തങ്ങളെ കെട്ടിക്കും. ശ്രീ, ആ ഒരു പേരൊഴികെ അവളെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല. കല്യാണത്തെക്കുറിച്ചും കെട്ടാൻ പോകുന്ന പെണ്ണിനെക്കുറിച്ചും തനിക്ക് ചില സങ്കല്പങ്ങളൊക്കെയുണ്ട്. അതുമല്ല, തനിക്ക് കെട്ടാനുള്ള പ്രായമായിട്ടൊന്നുമില്ല. പറയത്തക്ക ജോലിയുമില്ല. എല്ലാത്തിനുപരി തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായിരുന്നു ഇത്. അവൻ ആഞ്ഞൊരു ശ്വാസം വലിച്ച് കണ്ണടച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ ശ്രീ കണ്ണു തുറന്നു നോക്കുമ്പോൾ അഗ്നി അരികിലില്ലായിരുന്നു. താനിപ്പോൾ എവിടെയാണുള്ളത് എന്നറിയാതെ അവൾ ചുറ്റും നോക്കി. താനിപ്പോൾ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി അവൾ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് സ്വന്തം കാലിലേക്ക് നോക്കി. അവിടെ ചില പച്ചമരുന്നുകളൊക്കെയും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താൻ വരുമ്പോൾ ഇട്ടിരുന്ന വസ്ത്രമല്ല ഇപ്പോൾ ഇട്ടിട്ടുള്ളത് എന്നറിഞ്ഞവൾ കാര്യം മനസ്സിലാവാതെ ആ ഓലമേഞ്ഞ കുടിനുള്ളിൽ നിന്നും പതിയെ പുറത്തേക്കിറങ്ങി ചുറ്റും നോക്കി. അവൾ ചുറ്റിലുള്ള കാഴ്ചകൾ കണ്ട് അമ്പരന്ന് നിൽക്കുവാണ്. വ്യത്യസ്തമായ വസ്ത്രങ്ങൾ അണിഞ്ഞു വ്യത്യസ്തമായ ജീവിതശൈലിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ചുറ്റിലും കുടിലുകൾ. മുളയും ഓലയും കൊണ്ടാണ് കുടിലുകൾ തീർത്തിരിക്കുന്നത്. മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരം എന്ന് വേണം പറയാൻ. അവൾ ആലോചിച്ചു പോയി. പുതിയൊരു ലോകത്തിലേക്ക് എത്തിയതുപോലെ അവൾക്ക് തോന്നി. അന്നേരം അവളുടെ കണ്ണുകൾ അഗ്നിക്ക് വേണ്ടി ചുറ്റും അലഞ്ഞു. അത് കണ്ടിട്ടാവണം ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, ഭർത്താവിനെയാണോ അന്വേഷിക്കുന്നത്? ഞാൻ ആളോട് വരാൻ പറയാം എന്നും പറഞ്ഞതും അവൾ കാര്യമറിയാതെ മേലോട്ട് നോക്കിയിരിപ്പാണ്. കൂടുതൽ നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ തിരിച്ചു ആ കുരയ്ക്കകത്തേക്ക് കയറി. കുറച്ച് കഴിഞ്ഞതും അഗ്നി അവളുടെ അരികിലേക്ക് വന്നതും അവൾ സുഖമായി ഉറങ്ങുകയായിരുന്നു. ഓ, ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ? ഇവളെവിടെ സുഖവാസത്തിന് വന്നതാണെന്ന് തോന്നുന്നു. ശ്രീ എഴുന്നേൽക്ക്. അവൻ അവളെ തട്ടി വിളിച്ചതും അവൾ എഴുന്നേറ്റിരുന്നു. ആരത്? ഷാരൂഖ് ഖാനോ?
ഇതാണോ ഇയാളുടെ ട്രിവാൻഡ്രം? ഇവിടെയാണോ ഇയാൾക്ക് ജോലി? ഇയാൾ ഇവിടുത്തെ മാനേജറാണോ? എന്തായാലും കിടിലൻ സെറ്റപ്പാണ് കേട്ടോ, എനിക്കിഷ്ടമായി. ഓ തമാഷിച്ചതാ? എന്നാ കേട്ടോ, എമാരെ നമ്മളെ പിടിച്ച് കെട്ടിക്കാൻ പോവുകയാണ്. എന്തിന്? അവളൊരുതരം ഞെട്ടലോട് ചോദിച്ചു. അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താൻ എൻ്റെ ഭാര്യയാണെന്ന് എനിക്കിവരോട് പറയേണ്ടി വന്നു. അപ്പോഴാണ് തൻ്റെ കഴുത്തിൽ താലിയില്ലെന്ന് ഇവരറിയുന്നത്. അവൻ നടന്നതൊക്കെയും അവളോട് പറഞ്ഞു. ദുഷ്ട, എനിക്ക് കല്യാണപ്രായമൊന്നും ആയിട്ടില്ല, വെറും 18 ആയതേ ഉള്ളൂ. അവൾ അവനെ നോക്കി പല്ലിറുമിക്കൊണ്ട് പറഞ്ഞു. ഞാനിവിടെ മൂക്കി പല്ല് വന്ന് നിൽപ്പാണല്ലോ. എടി, എനിക്ക് 24 ആയതേ ഉള്ളൂ. അത് ധാരാളം. പക്ഷെ തന്നെ പോലെയാണ് എൻ്റെ കാര്യം. ഞാൻ കൊച്ചാടോ. ഒരു കൊച്ചിനൊരു കൊച്ചിൻ്റെ അമ്മയാവാൻ 18 വയസ്സ് ധാരാളം. പോടാ പട്ടി. പട്ടീന്നാ നിനക്ക് വെച്ചിട്ടുണ്ടൊരു കുരിശ് തന്നെ മറ്റവൾ. ഇതുപോലൊരു സാധനത്തിന് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. തന്നെ കടിച്ചിട്ട് പോയ ആ പാമ്പുണ്ടല്ലോ, ഇപ്പോൾ എവിടെയെങ്കിലും ചത്ത് മലർന്ന് കിടപ്പുണ്ടാവും. ആയിക്കോട്ടെ, ഇന്നലെ പാമ്പ് കടിച്ചപ്പോഴേ എന്തൊരു സ്നേഹമായിരുന്നു. ഇപ്പോഴോ ദുഷ്ടൻ, തനി കാട്ടാളൻ. അതെ, ആയിരുന്നു. എനിക്കറിഞ്ഞോ താൻ രക്ഷപ്പെടുമെന്ന്. ചാവൂ എന്ന് കരുതി ഇത്തിരി സ്നേഹം കാട്ടിയതാ. വെറും മാനുഷിക പരിഗണന. അല്ല, ഇന്നലെ ബൈക്കിൽ ഇരിക്കുമ്പോൾ പറയുന്നത് കേട്ടായിരുന്നു തന്നെയും തൻ്റെ സ്റ്റണ്ടും എനിക്കിഷ്ടമായെന്ന്. എന്നിട്ട് എന്നോടെന്തിനാ ഇത്രയും പുച്ഛം? ഓ ഓ ഓ ഓ അപ്പം ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ താൻ കരുതി എനിക്ക് തന്നോട് പ്രേമാണെന്ന്. അങ്ങനെ എനിക്ക് ഒരുപാട് പേര് ഇഷ്ടമാണല്ലോ. ഫഹദ് ഫാസിലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്ന് വെച്ച് എനിക്ക് പുള്ളിയോട് പ്രേമാണെന്നാണ്? കഷ്ടം. അല്ലെങ്കിലും തൻ്റെ ഇഷ്ടം ആർക്ക് വേണം? എൻ്റെ സങ്കല്പത്തിൽ പെണ്ണിനെ ഈ മരമോന്ത അല്ല. എൻ്റെ ഭാവി വരനും ഈ അവൻ്റെ സ്വഭാവം വേണ്ട. രണ്ടുപേരും കാര്യമായി തർക്കിക്കുന്നതിനിടയിലാണ് ഒരു സ്ത്രീ അങ്ങോട്ട് കയറി വരുന്നത്. അവരുടെ കയ്യിൽ ഇരുവർക്കുള്ള വിവാഹ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ടതും രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. വന്ന സ്ത്രീ അവരുടെ കയ്യിൽ അതും കൊടുത്ത് അവിടെ നിന്ന് പോയതും രണ്ടുപേരും ഒരു ധാരണയിലെത്തി. മൂപ്പനോടുള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞു അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി മൂപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് അവിടെ മൂപ്പൻ്റെ നേതൃത്വത്തിൽ നാട്ടുകൂട്ടം നടക്കുന്നത് ഇരുവരും കാണുന്നത്. ഇതെന്തുവാ? അവൾ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതാണ് നാട്ടുകൂട്ടം, അവൻ പതുക്കെ പറഞ്ഞു. എന്ത് കാട്ടുകൂട്ടമോ? കാട്ടുകൂട്ടം അല്ലടി, നാട്ടുകൂട്ടം. അവൻ അവളെ നോക്കി പല്ലിറുമ്മി. രണ്ടും ഒന്ന് തന്നെയാ. കാട്ടി നടക്കുന്ന കൂട്ടമായതുകൊണ്ട് കാട്ടുകൂട്ടം എന്ന് വിളിക്കാം. അതും പറഞ്ഞ് അവൾ അവനെ നോക്കി നന്നായി എളിച്ചു കാണിച്ചു. തൊട്ടപ്പുറത്തെ കാഴ്ചയിൽ രണ്ടുപേരുടെയും കണ്ണുകൾ മേഞ്ഞു വന്നു. ഒരുത്തനെ കെട്ടിയിട്ട് ചാട്ടവാറുകൊണ്ട് അടിക്കുന്നു. അയാൾ വേദന കൊണ്ട് പൊളയുവാണ്. കുറച്ചപ്പുറത്ത് ഒരുത്തനെ തീക്കനലിലൂടെ നടത്തുന്നു. മറ്റൊരാളെ കെട്ടിയിട്ട് കണ്ണിൽ പച്ചമുളക് അരച്ച് പുരട്ടുകയാണ്. അയാൾ അലറി വിളിക്കുന്നുണ്ട്. അഗ്നി കാര്യം അറിയാൻ വേണ്ടി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാളോട് കാര്യം തിരക്കി. അപ്പോഴാണ് അയാൾ പറയുന്നത് ഇത് ഇവിടുത്തെ ശിക്ഷാരീതിയാണെന്ന്. അല്ല, ഇവരൊക്കെ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അഗ്നി വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, ആദ്യത്തെ ആള് കളവ് പറഞ്ഞതിനാണ് ഈ ശിക്ഷ കൊടുക്കുന്നത്. രണ്ടാമത്തെ ആൾ ചെയ്തത് മോഷണക്കുറ്റാണ്. മൂന്നാമത്തെ ആളെ ഇവിടുത്തെ ഒരു പെണ്ണിനെയും കൊണ്ട് ഇന്നലെ രാത്രി ഇവിടുന്ന് ഒളിച്ചോടാൻ നോക്കി. ഇതൊക്കെ കേട്ടതും അഗ്നിക്ക് തൃപ്തിയായി. ശ്രീ പേടിയോട് അഗ്നിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. അല്ല, ഞങ്ങളുടെ കല്യാണം എപ്പോഴാ? അഗ്നി അയാളോട് ചോദിച്ചു. ഈ നാട്ടുകൂട്ടം കഴിഞ്ഞ ഉടനെ കാണും. എന്താ? അയാൾ അഗ്നിയോട് തിരിച്ചു ചോദിച്ചു. അല്ല, പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാൻ. അതൊന്നും പറ്റില്ല. കല്യാണം കഴിഞ്ഞു, സദ്യയൊക്കെ കഴിച്ചു, ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ടേ നിങ്ങളെ മൂപ്പാൻ വിടുള്ളൂ. ഇതിവിടുത്തെ ആചാരമാണ്. അത് കേട്ടതും അഗ്നി ചിരിക്കണോ കരയണോ എന്ന പോലെ ശ്രീയെ നോക്കി. അവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. കൊള്ളാം, എത്ര മനോഹരമായ ആചാരം എന്നും അയാളോട് പ്രത്യേക താളത്തിൽ പറഞ്ഞു. അവളെയും കൊണ്ട് തങ്ങളുടെ കുടിലിലേക്ക് തിരിച്ചു പോന്നു. ഇനി താലികെട്ടിന് നിന്ന് കൊടുക്കുക, അതേ ഒരു വഴിയുള്ളൂ. സത്യം പറഞ്ഞാൽ മൂപ്പൻ നമ്മുടെ തല വെട്ടും. നമ്മുടെ അല്ല, തൻ്റെ. ഞാൻ കളവൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചു രക്ഷപ്പെട്ടാളാം. എടി സാമദ്രോഹി, ഇവിടെ താൻ പറയുന്നത് കേൾക്കാനൊന്നും ആരും നിൽക്കില്ല. നേരെ കൊണ്ടുപോയി തലവെട്ടുക, അത്രയേ ഉള്ളൂ. തലവെട്ടാൻ അയാളാരാ? ബാഹുബലിയാ? അന്നേരം ഞാൻ ദേവസേനായെ അയാളുടെ കൈ വെട്ടിയിരിക്കും. പിന്നെ ഞൊട്ടും. ഡയലോഗ് അടിക്ക് ഇപ്പോഴും ഒരു കുറവില്ല. അല്ല, ഈ ശാന്തി മുഹൂർത്തം എന്ന് വെച്ചാൽ എന്തുവാ? അവളുടെ ചോദ്യം കേട്ട് അഗ്നി അവളൊന്ന് നോക്കി. തൽക്കാലം നമുക്ക് ഇവരുടെ താലികെട്ടിന് നിന്ന് കൊടുക്കാം അല്ലേ? അതും കഴിഞ്ഞ് അയാളിപ്പോൾ എന്താ പറഞ്ഞത്? ആ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ അത്? ശാന്തി മുഹൂർത്തം. എന്ത് തേങ്ങയാവട്ടെ, അതും പെട്ടെന്ന് നടത്തി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം വിടണം കേട്ടോ. അവളുടെ പറച്ചിൽ കേട്ട് അഗ്നിക്ക് തവണ ചിരിക്കാതിരിക്കാനായില്ല. അവൻ്റെ പൊട്ടിച്ചിരി കണ്ടതും അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കിയിരിപ്പാണ്. അതെ ശ്രീ, എന്തായാലും നാട്ടുകൂട്ടം കഴിയാതെ താലികെട്ട് നടക്കില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. സമയം ലാഭിക്കാൻ വേണ്ടി നമുക്ക് ഈ ശാന്തി മുഹൂർത്തം ആദ്യം ആക്കിയാലോ? അവൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയാതെ അവളൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടി.
പെട്ടെന്ന് കഴിയുന്ന സംഭവമാണോ അതോ? വീണ്ടും അവൾക്ക് സംശയം. അതൊക്കെ തൻ്റെ മിടുക്ക് പോലെ ഇരിക്കും എന്നും പറഞ്ഞവൻ ഉള്ളിലൊരു ചിരി മറച്ചു പിടിച്ചു. എടോ, താൻ ജന്മനാ മണ്ടിയാണോ അതോ മണ്ടിയായി അഭിനയിക്കുകയാണോ? കഷ്ടം എന്നും പറഞ്ഞവൻ അവിടെ നിന്ന് നടക്കാനൊരുങ്ങി. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം. പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. ജസ്റ്റ് ഒരു താലി കെട്ട്. ഇവിടെ നിന്ന് പുറത്ത് കടന്ന ശേഷം നമുക്ക് താലി അഴിച്ചു മാറ്റിയേക്കാം എന്നും പറഞ്ഞ് അവൻ മുറിവിട്ടിറങ്ങി.